നമ്മുടെ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും നമ്മൾ നോസ് ബ്ലീഡ് അനുഭവിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. നോസ് ബ്ലീഡ് അല്ലെങ്കിൽ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു സിംറ്റമാണ്, ഒരു ഡിസീസ് ഒന്നുമല്ല. പല അസുഖങ്ങളുടെയും ലക്ഷണമായിട്ടാണ് ഇത് കാണുന്നത്. രണ്ട് തരത്തിൽ ഇത് കാണാറുണ്ട്. ഒന്ന് ആൻറ്റീരിയർ ബ്ലീഡ്, മൂക്കിൻ്റെ മുൻവശത്ത് നിന്ന് വരുന്ന ബ്ലീഡിങ്. അതല്ലെങ്കിൽ മൂക്കിൻ്റെ പിൻവശത്ത് നിന്ന് വരുന്നത് പോസ്റ്റീരിയർ ബ്ലീഡ് എന്ന് പറയും. ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിലാണെങ്കിൽ പ്രധാനമായിട്ടും ഷാർപ്പായിട്ടുള്ള നഖങ്ങൾ മൂക്കിൻ്റെ ഫ്രണ്ട് വശത്തുള്ള ലിറ്റിൽസ് ഏരിയ എന്ന് പറയും, അവിടെ തട്ടുന്നത് കാരണം ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട്. അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇറേസർ അല്ലെങ്കിൽ കടല പോലത്തെ സാധനങ്ങൾ മൂക്കിലിട്ടിട്ട് അത് ഇമ്പാക്റ്റഡ് ആയിട്ട് വരുന്ന ബ്ലീഡിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ മൂക്കിന് അഘാതം, ട്രോമ വല്ലതും വരുന്ന കാരണം മൂക്കിൻ്റെ പാലത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നത് കാരണം ബ്ലീഡിങ് വരുന്നത്. അതും അല്ലെങ്കിൽ ഹൈ BP വരുന്നത് കാരണം, പലപ്പോഴും 40 കഴിഞ്ഞ ആളുകളിൽ ഹൈ BP കാരണം പോസ്റ്റീരിയർ ബ്ലീഡ് വരാറുണ്ട്. വരണ്ട കാലാവസ്ഥ, പ്രത്യേകിച്ച് ഇവിടെ വരണ്ട കാലാവസ്ഥ, ഡ്രൈ ക്ലൈമറ്റ് വരുമ്പോഴത്തേക്ക് മൂക്കിൻ്റെ ഉള്ളിൽ ഡ്രൈനെസ് വന്നിട്ട് വരാറുണ്ട്. മൂക്കിനകത്ത് വരുന്ന ഇൻഫെക്ഷൻസ് ലൈക്ക് റൈനൈറ്റിസ് അല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലത്തെ കണ്ടീഷനിൽ, ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, ത്രോംബോസൈറ്റോപീനിയ അല്ലെങ്കിൽ ഹീമോഫീലിയ പോലത്തെ അസുഖങ്ങളിൽ ചില മെഡിസിൻസ്, ബ്ലഡ് തിന്നേഴ്സ് ആയിട്ടുള്ള ആസ്പിരിന്, വാർഫാറിന് പോലത്തെ മെഡിസിൻസ് വളരെ അപൂർവമായിട്ട് മൂക്കിൽ ചില മുഴകൾ കാരണം, അത് ക്യാൻസറസ് ആവാം, നോൺ ക്യാൻസറസ് ആവാം, ഇത്രയും കണ്ടീഷൻസിലാണ് സാധാരണ നോസ് ബ്ലീഡ് കണ്ടുവരാറുള്ളത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റീരിയർ ബ്ലീഡ്, മൂക്കിൻ്റെ മുൻവശത്തുനിന്ന് വരുന്നത് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അത് ട്രോട്ടേഴ്സ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ കൈയിൻ്റെ 2 വിരലുകൾ മൂക്കിൽ പിടിച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് കാരണം അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അതിന് ഒരു സ്പെഷ്യൽ പൊസിഷൻ, നമ്മൾ കഴുത്ത് കുറച്ച് മുന്നോട്ട് ഫോർവേഡ് ബെൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതേ സമയം ബ്ലീഡിങ് ചിലപ്പോൾ ബാക്കിൽ ത്രോട്ടിലോട്ട് വന്നത് സ്റ്റൊമക്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റീരിയർ ബ്ലീഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഹൈ ബ്ലഡ് പ്രഷർ കാരണമാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കോസ് ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്തിട്ട് ബ്ലീഡിങ് പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ഒന്നുകിൽ നമുക്കത് കോൺട്രൈസ് ചെയ്യാം, അതായത് കരയിപ്പിച്ച് കളയുക. അതും അല്ലെങ്കിൽ നെയ്സൽ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുമല്ലാതെ ചില സമയങ്ങളിൽ ഇഡിയോപ്പതിക് എന്ന് പറയും, കാരണം എന്താണെന്ന് അറിയാതെ നോസ് ബ്ലീഡ് വരാറുണ്ട്. അങ്ങനത്തെ കണ്ടീഷനിലും പറഞ്ഞ കണ്ടീഷൻ, സീരിയസ് കണ്ടീഷനിലും നമ്മൾ എന്തായാലും ഒരു ENTയെ കാണിച്ച് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമാണ്.